ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീക്കെൻഡ് ബ്ലോഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് വീഡിയോ എടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് എഡിറ്റിങ് കഴിഞ്ഞിട്ട് കയറി വന്നതാണ്. അതുകൊണ്ടാണ് വേർത്ത് വിളിച്ചൊക്കെ ഇരിക്കണം. ഭയങ്കര വേർപ്പല്ല, നല്ല ചൂടാണ് ഇപ്പം, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്തൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇനിയാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആശിഷ് ഒരു പട്ടിയെ കണ്ട് പേടിച്ച് ഇങ്ങ് കയറിയതാണ്. ഇവിടെ ആയിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഒരു കാല് ചെയ്യാത്ത പട്ടിയുണ്ട്. അത് കടിക്കൂല. ഇതൊക്കെ അതിന്റെ കാല് നോക്ക്. കടിക്കൂല. ഓ വാ വാളായിട്ട് ഗൈസ്, ഇവിടെ തന്നെയായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ പട്ടി കാരണം അവൻ വരുന്നില്ല. വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കണം. ഇനി വീഡിയോ എടുക്കാം. ഓ, നേരത്തെ അങ്ങനെ നിന്നായിരുന്നു. വാടേ വീഡിയോ എടുക്കാം. വാടേ പട്ടി രണ്ടെണ്ണമായി. പാടാടേ ആശിശിരം കുട്ടിയ. നീങ്ങ വാ. ഇതൊന്നും നടക്കൂല. വാടേ വാ. വാടേ വാ. പട്ടി പോയിട്ട് വരാം. പട്ടി പോയി പോയടേ. ഗൈസ്, അങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് ഇനിയും കുറച്ച് വീഡിയോ എടുക്കാനുണ്ട്. ചെറിയൊരു തീമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ മാവുണ്ട്. ഹിഡനായിട്ട് ഒരു മാങ്ങ അതടക്കണം. തോട്ടയൊക്കെ എടുത്തോണ്ട് പറഞ്ഞാൽ ഇനി തടക്കട്ട് ഗൈസ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ക്യാമറ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ആശിഷ് കാച്ചുപിടി. 2000 years later. അപ്പോൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അന്നെടുത്ത് ബാലൻസ് ഞാൻ എടുത്തില്ലായിരുന്നു വ്ളോഗ്. പിന്നെ അങ്ങനെ ഇട്ടിരുന്നത്. പിന്നെ 2 ആഴ്ച ഞാൻ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. ഈ വ്ളോഗും എടുത്തില്ല, അങ്ങനെ ഒന്നും എടുത്തില്ല. ഇതിന് മുമ്പുള്ള വ്ളോഗ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്ത് അതോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റബിൾ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്താണ് 2 ആഴ്ച ഞാൻ ഓട്ടിച്ചത്. അപ്പോൾ അതിനുശേഷം ഒരു പുതിയ വ്ളോഗ് ഇപ്പോഴാണ് ഞാൻ എടുക്കണേ. അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് മരമൊക്കെ ഒടിഞ്ഞ് വീണ് കിടന്നു. അതോടൊപ്പം തന്നെ പിന്നെ സ്കൂളിൻ്റെ അടുത്തായിട്ട് മരം ഒടിഞ്ഞ്. അങ്ങനെ ഈ കാട്ടാക്കട ഈ ഏരിയയിൽ തന്നെ ഒരുപാട് പേര് സ്ഥലത്ത് ഇതേപോലെ മരമൊക്കെ ഒടിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ KCBക്കാർക്ക് ഇന്ന് ഫുൾ ഓട്ടമായിരുന്നു. ഇവിടെ കൂടെ തന്നെ തേരാപ്പാര കുറേ വണ്ടികൾ, ഫയർഫോഴ്സും അങ്ങനെ എല്ലാ വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വലിയ വണ്ടി കേട്ടോ, പഴയ മോഡൽ വണ്ടിയാണ്. ഞാൻ അത് കാണിച്ചു തരാം. ഇത് എൻ്റെ FC. ഇത് വലിയച്ഛൻ്റെ ഇപ്പൊ ഈ ഇടയ്ക്ക് എടുത്ത ഒരു വണ്ടിയാണ് കേട്ടോ. ഗിയറല്ല, നമുക്ക് ഈ സൈഡിലാണ് പറഞ്ഞത്. ഈ വണ്ടി എങ്ങനെയാണെന്ന് അറിയാമോ ഇവിടെ വന്നത്? മെയിനായിട്ട് വന്നത് ഇത് വലിയച്ഛൻ എവിടെ പോയിട്ട് വന്നപ്പം വണ്ടി കംപ്ലൈൻ്റ് ആയി. അങ്ങനെ നമ്മുടെ കോളേജിൽ കൊണ്ട് ഒതുക്കി വെച്ചിട്ട് ഇന്ന് ചേട്ടനും പപ്പയും കൂടെ പോയി ശരിയാക്കി എടുത്തോണ്ട് വന്നതാണ്. ഇത് കേബിള് മാറി സെറ്റ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ കിടിലൻ വണ്ടിയാണ്. ഞാൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇതുകൂടെ അതിവിടെ വേറൊരു FC ഉണ്ടായിരുന്നല്ല, ആ സൈഡിലായിട്ട് ഒതുക്കി വെച്ചിരുന്നത്, അത് പണിക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ല കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്റ്റുഡിയോയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ലാപ്പ് എല്ലാം ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കീബോർഡെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുണ്ടല്ലോ, ഇവിടെ കുറച്ച് വൃത്തിയാക്ക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സ്ക്രിപ്റ്റും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അത് ഇതിൻ്റെ അത്തിരിപ്പുണ്ട്. മൈക്ക് കുഴപ്പമില്ല. പിന്നെ റെക്കോർഡൊക്കെ നമുക്ക് കോളേജിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇതാ ഇപ്പം വരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 ആഴ്ചയ്ക്ക് അത് വെച്ച് കോളേജ് ക്ലാസ് തുടങ്ങും. ഞാൻ റെക്കോർഡ് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. വേറെ ആരെങ്കിലുമൊക്കെ വരച്ച് തീർന്നതാണ് നമ്മൾ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള ഒരു പഠിപ്പികളും അങ്ങനെയൊക്കെ. ഞാൻ ഇതൊക്കെ തുടങ്ങാൻ പോണതേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊന്നുമില്ല, 1 ആഴ്ച മാത്രമേ ഉള്ളൂ. ഇനി കോളേജിൽ പോകണം. കോളേജ് വ്ലോഗ്സ് ഇനി വരും. ഹേയ്
പിന്നെ കറങ്ങണ കസാര എടുത്തായിരുന്നു. ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല, കാരണം അപ്പോഴേ എനിക്കൊരു വ്ളോഗ് എടുക്കേണ്ട ഒരു ഇതൊന്നില്ലായിരുന്നു, അതുകൊണ്ട് ആണ്. പിന്നെ കറണ്ടും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വീഡിയോ നേരത്തെ എഡിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെ ഇനി അപ്ലോഡ് ചെയ്യാനിടണം, അല്ലെങ്കിൽ ഇപ്പം കറണ്ട് ഫുള്ള് പോക്കാണ്. ഇപ്പം മഴയും കൂടെ പെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇതേപോലെ മരമൊക്കെ വന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് പോണേന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് രാവിലെ ഇല്ലായിരുന്നു, ഞാൻ ഈ ഉച്ച വരെ ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പോയൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ കറണ്ടൊക്കെ വന്നിടണം. പിന്നെ നോക്കിയില്ല, ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇതായപ്പോൾ വ്ളോഗ് എടുക്കാം. അപ്പം ഞാൻ ഒന്നുമില്ല, ചെറിയൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആയിരുന്നു ഗെയ്സ്. ഇനി കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് കണ്ടിന്യൂ ആയിട്ട് വരുമ്പം വീഡിയോ എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ എവിടെയെങ്കിലും വെച്ചൊരു ബ്രേക്ക് പോയി. ഇപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കണത് തന്നെ എനിക്ക് വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കണതാണ്. അല്ലാതെ എന്തെങ്കിലും റിലേറ്റബിൾ കണ്ടന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഈ വ്ളോഗ് പോലും എടുക്കൂലായിരുന്നു. ഇപ്പം വന്ന് ഭയങ്കര മടിയാണ് ഗെയ്സ്. കാരണം നമ്മുടെ മെയിൻ ചാനലിൽ ഇപ്പം ഒന്നും കിട്ടണില്ലല്ലോ, റവന്യൂ ഒന്നും കിട്ടില്ല. റവന്യൂ എല്ലാം കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മെയിൻ ചാനലിൽ ഇപ്പം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടി അങ്ങനെ പോയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല, അത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ കോളേജ് തുടങ്ങിയിട്ട് ഡെയിലി വ്ളോഗ് ഇടണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഷോർട്സ് മാറ്റിയിട്ട് ഒരു ലോങ് വ്ളോഗ്, അതായത് ചുമ്മാ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് വാർത്തകൾ അടിക്കുക, ഇതേപോലെ അടിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കട്ടെ ഗൈസ്, പറ്റുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്സ്.